എൻ്റെ പേര് മിനി. ഞാൻ ഒളവലത്ത് നിന്ന് വരുന്നത്. എനിക്ക് വയസ്സായി 56. പിന്നെ ഞാനിവിടെ വരുമ്പോൾ 91 കിലോ ഉണ്ടായിരുന്നു. 91 കിലോ ഉണ്ടായിരുന്നു. ഓ, ഇപ്പൊ 85ആയി. എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ ആയി നമ്മളെ വീഡിയോ വന്നിട്ടില്ലേ. അപ്പൊ നമ്മളെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ മേക്കുന്നിൻ്റെ അടുത്ത് ഒരു ഷംലാസ് ന്യൂട്രീഷൻ സെന്റർ മേക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇഫ്താർ വിരുന്നിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ തേജു ഇല്ല. തേജു കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവനിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ 3 പേര് അവിടത്തേക്ക് പോവാണ്. എന്താണ് ന്യൂട്രീഷൻ സെൻറ്റർ എന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ പോയാലോ. അപ്പം നമ്മൾ പോകാം. ടാറ്റാ. പോലെ അപ്പം നമ്മൾ പോലെ റെഡി. അപ്പം നമ്മുടെ ചങ്ങായിമാരെ, ഇതാണ് ഷംലാസ് ന്യൂട്രീഷൻ സെൻറ്റർ. ഇത് തലശ്ശേരിക്കടുത്ത് ചുക്ലി പഞ്ചായത്തിലെ മേക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് ഷംല. നമ്മുടെ കൂടെ ട്രെയിനേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, ഗസ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അല്ലേ, ഉള്ളിലേക്ക് പോയാലോ. റെഡി, നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പം നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണേ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ഇത് കണ്ടോ, നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവർ സെറ്റ് ചെയ്യാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇഫ്താർ വിരുന്നിൽ വിരിച്ചതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് നിങ്ങൾ നമ്മളെ ഈ ഷംലാസ് ന്യൂട്രീഷൻ സെന്ററിൽ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായ രോഗങ്ങളാണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. അതിന് ഒരുപാട് പേര് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലതാണ്, നമുക്ക് ഡോക്ടർ ആവശ്യമാണ്, മെഡിസിൻസ് ആവശ്യമാണ്. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതാണ് മെയിൻ ആയിട്ട്. അപ്പം എന്നിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് ആ ഒരു അവയർനെസ് കൊടുത്ത് അവർക്ക് നല്ലൊരു ന്യൂട്രീഷനിലൂടെ നമുക്ക് അവരുടെ ആരോഗ്യം തിരിച്ചെടുത്ത് അവരെ ഒരു ഗൈഡിങ്ങോട് കൂടിയിട്ട് സമൂഹത്തില് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നയിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ദേശം. അല്ലേ? അതെ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇത് 6ാമത്തെ വർഷമാണ്. 6 വർഷം ഇവിടെ തന്നെയുണ്ടോ? ഇവിടെ ഇപ്പൊ നമ്മൾ ആദ്യം ഞാൻ കൊറോണ സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വീട്ടിൽ വെച്ചിട്ടായിരുന്നു, ഒരു കാർ പോർച്ചിൽ നിന്നായിരുന്നു ജേർണി എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം ആൾക്കാർക്ക് ആവശ്യമാണെന്ന് കണ്ടപ്പോ ഞാൻ എന്റെ കാർ പോർച്ചിൽ സൗകര്യപ്പെടുത്തി അത്യാവശ്യം ആൾക്കാരെ പിന്നെ അവിടെ ഭയങ്കരമായിട്ട് തിരക്കാവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് കിട്ടിയ ഒരു ന്യൂട്രീഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് മേക്കുന്നതിന് മുമ്പ് വേറൊരു സെന്റർ ആയിരുന്നു. അവിടെ 2 വർഷം നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി എക്സസൈസുകള്, വ്യായാമ മുറകളൊക്കെ ഉൾപ്പെടുത്തേണ്ടത് കുറച്ചുകൂടി സൗകര്യപരമായിട്ടുള്ള രീതി നോക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. അപ്പം നല്ല രീതിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ടോട് കൂടിയിട്ടും ഒരുപാട് പേർക്ക് ആരോഗ്യം വീണ്ടെടുത്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അതിന് നമുക്ക് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ നമ്മൾ ഇതിന്റെ കമ്പനി തരുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട്. അപ്പം അതിന് അച്ചീവ് ആയാൽ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന ട്രെയിനിങ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പോയി ഒരുപാട് എഡ്യൂക്കേഷൻ എടുത്ത് ഇപ്പൊ ഒരു നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതിന് ദൈവത്തോടും എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ കോച്ചുമാരുണ്ട്, അവർക്കും അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കും ഫ്രം ദ ഹാർട്ടിന് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഈ കമ്പനിക്കും. ഇങ്ങനെ ഒരു കമ്പനിയാണ് എനിക്ക് പോലും ഈ ഒരു ബോധം വരാനായിട്ട് കാരണം. നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്? ഇപ്പം ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തുടങ്ങുക, അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതെ, ഇത് ഒരു അസുഖത്തിനുള്ള ഒരു മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം നമ്മളെ ഈ ഒരു ലൈഫ് സ്റ്റൈലില് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ന്യൂട്രീഷൻ ബോഡിയിൽ കവർ ചെയ്യാന്നുള്ളത്
സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു ന്യൂട്രീഷൻ ഫുഡ് ഈ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരുപാട് ആക്റ്റീവായിട്ട് വരാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും ഈ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് നല്ലൊരു ശരീരത്തിൽ അവർക്ക് നല്ലൊരു രീതിയിൽ ഉന്മേഷവും ബ്ലഡ് സർക്കുലേഷനും അതേപോലെ നമ്മളെ വ്യായാമ മുറകളും വാട്ടർ ഇൻടേക്കും പ്രോപ്പർ എമൗണ്ടിലുള്ള റെസ്റ്റ്, ഉറക്കം, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. അതിലൂടെയാണ് അവർക്ക് നല്ലൊരു മാറ്റം വരുന്നത്. അതെ അതെ, വ്യായാമം കൃത്യമായിട്ട് വ്യായാമം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജീവിതശൈലിയിൽ, പണ്ടുള്ള ജീവിതശൈലി ഇപ്പോഴുള്ള ജീവിതശൈലി ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഒരു ദിവസം ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കണം. തീർച്ചയായിട്ടും, എങ്കിൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ കൂടുള്ളൂ. അതെ, കറക്റ്റ് ആവുള്ളൂ. അതെ. ഓക്കെ, എന്തായാലും നമുക്ക് ഉള്ളിൽ ഒരുപാട് ആളുണ്ട്, രീതികളൊക്കെ കിട്ടിയ ആളുകൾ ഉള്ളിൽ, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മള് ഇഫ്താറിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, എല്ലാവരും തിരക്കിലാണ് അല്ലേ? എന്നാലും നോമ്പ് തുറക്കേണ്ട സമയമായി. എന്താ നമുക്ക് ഉള്ളിൽ ആളുകളൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. എന്താ പേര്? റാബിയ. ഓക്കെ, ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഈ ന്യൂട്രീഷൻ സെന്റർ വന്നപ്പോൾ? എന്തൊക്കെയാണ് ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് നിറയെ ഹെൽത്ത് റിലേറ്റഡ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 10-12 കിലോ വെയിറ്റ് കുറക്കാനും പറ്റി. പിന്നെ ഒരുപാട് അസുഖങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെ. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നത്? എനിക്ക് മാറ്റം എന്ന് വെച്ചാൽ എന്റെ എല്ലാവർക്കും ഉള്ള പോലത്തെ അസുഖമല്ല, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ്മാർ പറഞ്ഞതാണ് വെയിറ്റ് കുറക്കാനുള്ളത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 10-12 കിലോ വെയിറ്റ് കുറക്കാനുണ്ട്. അപ്പോൾ അത് എക്സസ് വെയിറ്റ്, പിന്നെ BP ലോ ആല്, അങ്ങനത്തെ 100,000 ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹെൽത്ത് പ്രശ്നമായിട്ട് വെച്ചാൽ 1-2 ഒന്നല്ല എണ്ണി പറയാനുള്ള കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ ഭക്ഷണ രീതി ചേഞ്ച് ചെയ്തപ്പോൾ അതിലൊക്കെ നല്ല മാറ്റം കിട്ടി. 10-12 കിലോ വെയിറ്റ് കുറക്കാനും പറ്റി. അപ്പൊ നമ്മള് അടുത്ത ആളെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണേ. എന്തെങ്കിലും പേരെങ്ങനെ? എന്റെ പേര് കാർത്തിയാനി. എവിടെ? പെട്ടിപ്പാലത്ത് അല്ലേ? ഇവിടെ എത്ര വർഷമായി ചേച്ചി? ഇവിടെ 1.5 വർഷമായി. 1.5 വർഷമായി. എൻ്റെ പേര് സാവിത്രി. ഞാൻ പെട്ടിപ്പാലത്താണ് കണക്ട് ആയിട്ടുള്ളത്. ഞാൻ ഇവിടെ വരുമ്പോഴേ എനിക്ക് 12 കിലോ എക്സസ് വെയിറ്റും വേറെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. വരുമ്പോൾ നല്ലൊരു കോച്ചിന് കൈ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ആ കോച്ച് പറഞ്ഞ പ്രകാരം ഞാൻ നല്ല ഭക്ഷണങ്ങളും ക്രമീകരിച്ചത് കൊണ്ട് നല്ല ഹെൽത്ത് മാറ്റങ്ങൾ കിട്ടി. നിങ്ങളെ എന്താണ് ഇതിന്റെ ഉള്ളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? നമ്മൾ വരുന്ന അതിഥികൾക്ക് തന്നെ, അതായത് നമ്മളെ ക്ലൈൻസ്, അവർക്ക് വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നത് വെൽക്കം ഡ്രിങ്ക് ആണ്. അതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് കൂടിയാണ്. അത് പരിചയപ്പെടാൻ നമുക്ക് സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. ഒരു ഹെർബൽ ടീന്റെ ഇതാണ് സ്പെഷ്യൽ ഡ്രിങ്ക്. അത് കാണിച്ചു കൊടുത്തണ്ട. ഇതാണ് നമ്മള് കൊടുക്കുന്ന ഹെർബൽ ടീ. ഫ്രഷ് നമുക്ക് 7 ഫ്ലേവേഴ്സിലുണ്ട്. ഇത് കഴിക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ബ്ലഡിന്റെ ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യും. മെന്റലി ഫിസിക്കലി നല്ല അലർട്ട്നെസ് കിട്ടും. രാത്രി നല്ല ഉറക്കം കിട്ടും. കാരണം എന്താന്ന് വെച്ചാല് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ഓറഞ്ച് പീക്കോന്റെ എക്സ്ട്രാക്ട്. ഇതിൽ നിന്നുമാണ് ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് മധുരം ഇല്ലാതെ തന്നെ കഴിക്കണം. അതാണ് സ്പെഷ്യൽ. ഇത് നമുക്ക് ചൂടിലും പ്രിപ്പയർ ചെയ്യാം, തണുപ്പിലും പ്രിപ്പയർ ചെയ്യാം അല്ലേ? അതെ. ഓക്കെ ഓക്കെ, വാ. കണ്ടോ? ഇതൊരു സഹല. ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഉറക്ക് തൂക്കലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. സെറ്റായി. വെള്ളമൊക്കെ എങ്ങനെ കുടിക്കുന്നു? വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാന് വെള്ളമേ കുടിക്കാറില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം വെള്ളമൊക്കെ നോർമലി നോർമലായി. ഓക്കെ, താങ്ക് യു. എന്താ നിങ്ങളുടെ പേര്? സാജിദ. എവിടെ സ്ഥലം? റാണിയാരം. ഇവിടെ തന്നെ. എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉള്ളത്?
മാറ്റം എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഇങ്ങനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ ഇങ്ങനെ ക്ഷണിച്ചപ്പോ ഇങ്ങനെ വന്നതായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം പിന്നെ അല്ല ഇത് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയാ ഇപ്പൊ അധികം വെള്ളം കുടിക്കലും പിന്നെ ചായ കുടിക്കലുണ്ടേലും അത് ഒഴിവാക്കി. ചായ കുടിക്കലില്ല ഇപ്പം ചായ കുടിക്കലില്ല. പഞ്ചസാരകളുടെ അളവുകളെല്ലാം കുറച്ച് ഇതെല്ലാം ഉണ്ടായിരുന്നു. വ്യത്യാസമെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. നല്ല വ്യത്യാസം, നല്ല വ്യത്യാസം, നല്ലൊരു ആത്മവിശ്വാസം വന്നല്ലേ? ഇവിടെ ഞാൻ വെയിറ്റ് എല്ലാം കുറഞ്ഞിനായിരുന്നു നല്ലോണം. ഇപ്പം കുറെ ആയി ചെക്ക് ചെയ്താൽ ആണല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് മിനി. ഞാൻ ഒളവിൽ തന്നെ വരുന്നത്. എനിക്ക് വയസ്സായി 56. പിന്നെ ഞാനിവിടെ വരുമ്പോൾ 91 കിലോ ഉണ്ടായിരുന്നു. 91 കിലോ ഉണ്ടായിരുന്നു. ഓ, ഇപ്പൊ 85ആയി. നല്ല മാറ്റല്ലേ? പിന്നെ കാലിന് എപ്പോഴും എന്തെടുത്താലും എവിടെ പോയാലും ഇങ്ങനെ നീരായിരുന്നു എൻ്റെ കാലിന്. അപ്പൊ അത് ഫുഡ് കഴിച്ച പിന്നെ കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഇപ്പൊ അതില്ല. തുണ്ടപ്പണിയായിരുന്നു എനിക്ക് ആദ്യം. നോക്കുമ്പോ ബസ്സിലിരുന്നാലും വെറുതെ ഇരുന്നാലും ഇങ്ങനെ കാല് മന്ത് പോലെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ അതിനുശേഷം പിന്നെ എനിക്കിപ്പോ എന്തെടുത്താലും കാലിന് അങ്ങനെ നീര് വരുത്തില്ല. നമ്മള് ക്ഷണം സ്വീകരിച്ച് എന്റെ ഫാമിലി ഡോക്ടർ കൂടിയാണ് പ്രിയപ്പെട്ട ഒരു അലി കമ്രാൻ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വീകരിക്കാം. ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ടൈം ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഡോക്ടർ അലി കമ്രാൻ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഈ മഹത്തായ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു. പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഉണ്ടല്ലോ, ന്യൂട്രീഷൻ സെൻ്റർ എന്ന്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അതിൽ ബോധവാന്മാരായിരിക്കും. പിന്നെ ഒരു നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ദീർഘിപ്പിച്ചിട്ട് സംസാരിക്കുന്നതിൽ കാര്യമില്ല. എന്നാലും 1-2 കാര്യങ്ങൾ, പിന്നെ ന്യൂട്രീഷൻ്റെ ആളുകളാകുമ്പോൾ നമ്മളെക്കാട്ടിയും കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. എന്നാലും നമുക്കറിയുന്ന 1-2 വിവരങ്ങൾ ഷെയർ ചെയ്യാമെന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ന്യൂട്രീഷൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഇതുപോലത്തെ സ്ഥാപനങ്ങളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഒരുപാട് ഇപ്പോൾ ഞാനടക്കം ഇതിൽ ഫിറ്റല്ല. അതായത് നമ്മൾ ഹൈറ്റ്, വെയിറ്റ്, ബോഡി പ്രൊപ്പോർഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് ഞാൻ ഫിറ്റല്ല. പക്ഷെ നമുക്ക് അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റണില്ല. അപ്പം ഇങ്ങനത്തെ ആളുകൾ ഇത് സമയം കണ്ടെത്തി ഇങ്ങനൊരു പരിപാടികളും ഇങ്ങനൊരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഇപ്പോൾ കൂടുതൽ പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഷുഗർ പേഷ്യൻസും കൊളസ്ട്രോൾ പേഷ്യൻസും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ പ്രശ്നം വരുന്നത്, നമ്മൾ എണ്ണക്കടീനെക്കാട്ടിയും കൂടുതൽ പ്രശ്നം വരുന്നത് അരിയാഹാരത്തിലാണ്. അരിഭക്ഷണവും മധുരത്തിലാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കാത്ത 1-2 പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് നമ്മൾ മധുരം അരിഭക്ഷണം കഴിക്കുകയാണെങ്കിലും മധുരം കഴിക്കുകയാണെങ്കിലും എന്ത് കഴിക്കുകയാണെങ്കിലും ഉള്ളിൽ ചെന്നാൽ അത് ഷുഗറായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഈ ഷുഗർ മോളിക്യൂൾ എന്നുള്ള സാധനം ബ്ലഡിന് ടോക്സിക്കാണ്, ബ്ലഡിന് ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കോശത്തിൽ സ്റ്റോർ ചെയ്യാം. നമ്മൾ എത്ര ഷുഗർ കഴിക്കുന്നു, എത്ര അരിയാഹാരം കഴിക്കുന്നു, അതിനെടുത്തിട്ട് കോശത്തിൽ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യാൻ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞ മോളിക്യൂള്. നമ്മളെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് ഒരു കോശത്തിനെ ഒരു ഷുഗറിനെ കോശത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കണേ. നമ്മൾ കഴിക്കും തോറും സ്റ്റോർ ചെയ്യാൻ ഇൻസുലിൻ വരും. ഒരു അരിയാഹാരം കഴിച്ചാൽ 6 മുതൽ 8 മണിക്കൂർ അതിൻ്റെ അടുത്ത് കഴിക്കാവും. പക്ഷെ നമ്മൾ 3-4 മണിക്കൂർ അതിൻ്റെ അടുത്ത് കഴിക്കും. അപ്പോൾ വീണ്ടും അതന്നെ പണി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ കോശങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ഉണ്ടാവില്ല. 3 മാസം ഷുഗർ ടെസ്റ്റ് ചെയ്താലും ഷുഗർ ഉണ്ടാവില്ല. പക്ഷെ കോശങ്ങളെ ഉള്ളിൽ ഫുള്ള് ഷുഗർ ഉണ്ടാവും, നമ്മൾ അറിയില്ല. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്, ആരും ശ്രദ്ധിക്കാത്തതാണ് ഇൻസുലിൻ ലെവല്. നമ്മൾ ഷുഗർ 4-5 മാസം കഴിഞ്ഞ് ഷുഗർ പെട്ടെന്ന് കാണിക്കും. അപ്പോൾ അത് നമ്മൾ സിറം ഇൻസുലിൻ ലെവൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, സിറം ഇൻസുലിൻ. ആ ഇൻസുലിൻ്റെ അളവ് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഇതിലും കൂടുതൽ ഷുഗർ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, നമ്മൾ എന്തായാലും കഴിക്കുന്നുണ്ടാവും. കാരണം ഇന്ത്യയിൽ 95% ആളുകൾക്കും ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ്. ഷുഗർ ഇല്ലെങ്കിലും ഷുഗർ 40-50% ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ 95% ആളുകൾക്കും ഫാറ്റി ലിവറും ഹൈപ്പർ ഇൻസുലിൻ ലെവലും ഉണ്ട്. അപ്പം ഇനിയും ഷുഗർ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കയറ്റാൻ സ്ഥലമില്ല, ഇൻസുലിൻ്റെ അളവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഷുഗർ ബ്ലഡിൽ എന്താണ്, വിഷാംശം പോലെ തന്നെയാണ്. അപ്പോഴാണ് അതിനെ പിടിച്ചിട്ട് കൊളസ്ട്രോൾ ആക്കി മാറ്റുക. അതിന് നമ്മൾ ലിപ്പോജെനസിസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ കൊളസ്ട്രോൾ ആക്കി മാറ്റും. അങ്ങനെയാണ് കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടാണ്. 60 മുതൽ 70% പോലും കൊളസ്ട്രോൾ ഇങ്ങനെയുണ്ടാണ്. ആ കൊളസ്ട്രോളിനെ ലിവറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ആവും. ശരീരത്തിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ കൊഴുപ്പുള്ള ഭാഗങ്ങളും നമുക്ക് പൊണ്ണത്തടിയാവും.
മുഖത്ത് പോകുമ്പോൾ മുഖക്കുരു വരും, ബ്ലഡിൽ കിടക്കുമ്പോൾ ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡായി മാറും. അതാണ് ബ്ലോക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ള 30 മുതൽ 40% വരെയാണ് നമ്മൾ കൊഴുപ്പുള്ള എണ്ണക്കടികളിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നുള്ളൂ. വരുന്നില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കണം. അരിയാഹാരം വേണ്ടെന്നല്ല, അരിയാഹാരം ആവശ്യത്തിന് വേണ്ടതാണ്. കാരണം അതിൽ നിന്നുള്ള അന്നജമാണ് നമ്മളെ ബ്രെയിന് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്. കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് അരിയാഹാരം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അരിയാഹാരത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക, മധുരം പാടെ ഒഴിവാക്കുക. അതായത് ഇവർ എന്തായാലും പറയുന്നുണ്ടാവില്ല, നിങ്ങൾ ഒരു പ്ലേറ്റിംഗ് ഉണ്ട്, ഒരു പ്ലേറ്റിൽ ഡയറ്റ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. നമുക്കൊരു കാലറി ആവശ്യമുണ്ടാവും. നമുക്ക് 2000 കാലറി ആവശ്യമുള്ളിടത്ത് നമ്മൾ 1600 മുതൽ 1800 കാലറി മാത്രം ഭക്ഷണം കഴിക്കുക. ബാക്കി 200 കാലറി എന്ത് ചെയ്യും? നമ്മളെ കൊഴുപ്പൊന്ന് പൊട്ടിച്ചിട്ട് എനർജി എടുത്തോളും. അപ്പം നമ്മൾ വെയിറ്റ് കുറയും. അപ്പോൾ അത് ആണ് ഇവർ ശരിക്കും ചെയ്യുന്നത്. കാരണം ഇവരെന്ന് വെച്ചാൽ ആ ന്യൂട്രീഷൻ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താക്കണ്ട, ആ കാലറി ഉണ്ടാകുമ്പോൾ അതിപ്പോൾ 2000-ൽ 1800 കാലറി അവർ തന്നു വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് 1800 കാലറിൻ്റെ വിശപ്പട പോയി. ബാക്കി 200 കാലറിക്കാണ് നമ്മളെ ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ന്യൂട്രീഷൻ്റെ ഇമ്പോർട്ടൻസ്. ന്യൂട്രീഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ അസുഖത്തിന് മരുന്നിനെക്കാട്ടിയും പ്രാധാന്യം ഭക്ഷണമാണ്. നമ്മൾ ആയുർവേദത്തിൽ പോയാലും എവിടെ പോയാലും ആദ്യം വയറിളക്കിയിട്ടാണ് മരുന്ന് തരിക. കാരണം വയറ് ക്ലിയർ ആയാൽ തന്നെ ബാക്കി അസുഖം മാറുന്ന പറയാം. വയറ്റിലാണ് എല്ലാം അലർജീൻ്റെ തുടക്കം. അലർജീൻ്റെ റിസപ്റ്റർ വയറ്റിൽ. പിടിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ, ദഹിക്കാത്ത ഭക്ഷണമോ എരിവ് പുളിയുള്ള ഭക്ഷണമോ എന്ത് കഴിച്ചാലും നമുക്ക് ആദ്യം വരെ തലവേദനയോ തലകറക്കായിരിക്കും വരിക. അപ്പോൾ അത് മൈഗ്രെയിനായിട്ട് റിലേറ്റഡ് ഉണ്ട്, ബാലൻസ് ആയിട്ട് റിലേറ്റഡ് ഉണ്ട്. അതേപോലെയാണ് അലർജീൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാം ഭക്ഷണമായിട്ടാണ്. ഭക്ഷണമാണ് നമ്മളെ ഔഷധം, ഫസ്റ്റ് ഔഷധം, എന്നിട്ടാണ് ബാക്കി ആരോഗ്യമുള്ളൂ. അപ്പോൾ ആ ഭക്ഷണമായ ഔഷധത്തെ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു സംരംഭത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അവരുടെ നല്ല അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു അല്ലേ. ഒന്നാമത്തെ നോമ്പ് തുറക്കേണ്ട സമയമായി അല്ലേ. നമ്മളിപ്പോൾ കുറെ കത്തിയൊക്കെ നമ്മൾ വിശപ്പ് വല്ലാണ്ടുണ്ട് അല്ലേ. വിശപ്പ് വല്ലാണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം എന്ന് പറയുന്നത് നമുക്ക് ഡോക്ടർ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു അല്ലേ. നമ്മളെ ജീവിത രീതികൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ലൈഫ് കൊണ്ടുപോകണം, എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം, എങ്ങനെ ഫുഡ് കഴിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഡോക്ടർ അത് പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണമല്ലോ. വൈൻഡപ്പ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. മാത്രമല്ല ഇവിടെ വന്ന ആളുകളുടെ കഴിഞ്ഞിട്ടില്ല, അവരുടെ അനുഭവങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അവരുടെ അനുഭവങ്ങൾ കൂടി പങ്കുവെക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് എന്താണ് എനിക്ക് പറയാനുള്ളത്? അതെ, എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് ഒരുപാട് പേർ റിസൾട്ട് എടുത്തു, ആരോഗ്യം മെച്ചപ്പെടുത്തി എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിന് എന്നെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കമ്പനിയുടെ ട്രെയിനിങ് സിസ്റ്റവും നമ്മുടെ കോച്ചേഴ്സും ഒക്കെയാണ്. അപ്പം അത് മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണോ അതങ്ങനെ തന്നെ അവര്, അതായത് നമ്മുടെ ഗസ്റ്റുകൾ ക്ലോസ് ആണ്, നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാരുടെ മാക്സിമം നല്ല രീതിയിൽ ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവർ മുമ്പോട്ട് ജീവിതയാത്ര തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത് അവര് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് അവരുടെ ഭക്ഷണ രീതി, അവരെടുത്ത തീരുമാനം, അവര് ഭക്ഷണ രീതി കറക്റ്റ് ചെയ്തു. ഞാൻ പറയുന്ന വ്യായാമ മുറകൾ, അതുപോലെ തന്നെ വെള്ളം എങ്ങനെ കുടിക്കണം എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ ഇവിടെ വന്നതിനെ കൊണ്ടോ ജസ്റ്റ് നമ്മളെ ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ എടുത്തതിനെ കൊണ്ടോ ഒരു കാരണവശാലും അത് റിസൾട്ട് കിട്ടില്ല. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്നത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്, അതെങ്ങനെയും കറക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണോ അത് അതുപോലെ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രമുള്ള റിസൾട്ടുകളാണ്. ഒരിക്കലും മെഡിക്കൽ ക്ലെയിം അല്ല, ഒന്നിനുള്ള ഒരു പരിഹാരമല്ല. അതെ, അവരെ ജീവിതശൈലി അവർ കറക്റ്റ് ചെയ്തു, അതിന് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു തീർച്ചയായും. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരും. അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറും ഇവരും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം അല്ലേ. അപ്പൊ ബാക്കി വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും ടാറ്റ.